Shema Babro Roho Kadiso Hadala Shariro Osho Vapkula Saban Level Mean വന്ദിനായ ജോസഫ് റമ്പാച്ചൻ, ഈ ഡേറായുടെ മാനേജർ ആയ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന അനൂപ് എബ്രാമച്ചൻ, ബഹായിലെ ശുശ്രൂഷ സഹോദരങ്ങളെ, കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പരിശുദ്ധ സഭ ഇന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള ഉയർപ്പിന് ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 4-ാമത്തെ ഞായറാഴ്ച കൂടിയാണ് ഇന്ന്. ഈ കാലഘട്ടങ്ങൾക്ക് മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത ആ അരുമനാഥൻ്റെ സ്വർഗാരോഹണത്തെ കാത്തിരിക്കുകയും അതോടൊപ്പം തന്നെ താൻ നമുക്ക് നൽകുമെന്നറിഞ്ഞ ആ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെ സ്വായത്തമാക്കുവാൻ തക്കവണ്ണം ഒരു രൂപാന്തരം ഒരുക്കത്തിന് വേണ്ടിയുള്ള കാലഘട്ടം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പിതാക്കന്മാർ നൽകിയിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്റ്റ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 51 മുതൽ 62 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. 11 വാക്യങ്ങളുള്ള ഒരു പെരിക്കോപ്പാണ് ഈ എവങ്കേലിയൻ ഭാഗമായിട്ട് നമുക്കിന്ന് വായിച്ച് കേട്ടത്. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ ശമര്യ ദേശവാസികൾ തിരസ്കരിക്കുകയും അതിൽ കോപിഷ്ഠരായിരിക്കുന്ന ശിഷ്യന്മാര് അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരുക്കുമ്പോൾ സ്നേഹത്തോടെ സഹനത്തോടെ ഒരു സാഹോദര്യ ബന്ധ സഹവർത്തിത്വത്തോടുകൂടി അവരെ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവാനായിട്ട് പഠിപ്പിക്കുന്ന യേശു തമ്പുരാനെയാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാനായിട്ട് സാധ്യമാകുന്നത്. പ്രത്യേകിച്ച് ഇന്നിൻ്റെ മക്കളായിരിക്കുന്ന നമുക്ക് നമ്മളെ വ്യക്തപരമായി അവഗണിക്കുകയും തിരസ്കരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾക്കും നിരാശകൾക്കുമൊക്കെ അതീതമായൊരു കാര്യമുണ്ട് എന്ന് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, അത് നമുക്കും വേണമെന്ന് ദൈവം തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അതിനാലാണ് എൻ്റെ ആദ്യത്തെ ആശയമായിരിക്കുന്നത്, ദൈവിക ദൗത്യങ്ങളിൽ വിശ്വസ്തരായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. ദൈവികമാവുന്ന ദൗത്യങ്ങളിൽ വിശ്വസ്തരായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. യെരൂശലേമിലേക്ക് പോകുന്ന യേശു തമ്പുരാനെയാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് പോകുന്ന യാത്രയിൽ ശമര്യ പട്ടണത്തിൽ കൂടി പോകുമ്പോൾ ഏകദേശം 40 കിലോമീറ്ററുകൾ കുറവുണ്ട്. ആ 40 കിലോമീറ്റർ ലാഭിക്കുവാൻ തക്കവണ്ണം നേരായ പാതയിൽ നിന്ന് ശമര്യ പട്ടണത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ 40 കിലോമീറ്റർ ലാഭിക്കുവാനായിട്ട് പല യഹൂദന്മാർ കടന്നു പോകുന്നുണ്ടെങ്കിലും പലപ്പോഴും ശമര്യ ദേശവാസികൾക്ക് അത് സ്വീകാര്യമാകുന്ന ഒന്നല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം യഹൂദന്മാര് വിളിക്കപ്പെട്ട ജനമായിട്ടും ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ട് യഹൂദന്മാർ വിശ്വസിക്കുമ്പോൾ ശമര്യരെ ഒരു സങ്കരവർഗമായിട്ടും പ്രജാതികളായിട്ടുമാണ് ഈ യഹൂദന്മാർ കണക്കാക്കുന്നത്. ഒരു ഡിസ്ക്രിമിനേഷൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ ലോക ജീവിതത്തിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ള പോലത്തെ ഡിസ്ക്രിമിനേഷൻ അല്ല എങ്കിൽ കൂടിയും മറ്റു പല ഡിസ്ക്രിമിനേഷനുകളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് എന്നുള്ളത് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. എന്നാൽ തങ്ങളുടെ ദേവാലയം, തങ്ങൾക്ക് യെരൂശലേമിലല്ലാതെ ശമര്യയിൽ ദേവാലയമുണ്ട് എന്ന് യേശു തമ്പുരാൻ അറിയാമെങ്കിൽ കൂടിയും ആ ദേവാലയത്തിൽ കടന്നു വരാതെ, ഗരീസീം എന്ന മലമുകളിലെ ദേവാലയത്തിൽ കടന്നു വരാതെ
യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുന്ന യേശു തമ്പുരാനെ പരിപൂർണമായി അവഗണിക്കുന്ന ശമര്യരെയാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഈ ആധുനിക തലമുറകളും അപ്രകാരമാണ്. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഒരുപടി നമുക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഉയർന്ന ജോലി, ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരെ പലപ്പോഴും നാം കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ജീവിത രീതി. ഇവിടെ യേശു തമ്പുരാൻ ആ ശമര്യ പട്ടണങ്ങളിലൊക്കെ തൻ്റെ സുവിശേഷം അറിയിക്കുകയും നിരവധി അത്ഭുതങ്ങൾ അവിടെ നടത്തുകയും ചെയ്തിട്ടും കൂടി തന്നെ അവഗണിക്കുന്നവരോട് ക്ഷമിക്കുകയും അവരെ സ്നേഹപൂർവ്വം കാണുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് വിളിക്ക് യോഗ്യമാകുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കുന്നതിൻ്റെ ഒരു വലിയ ഉദ്ദേശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മെ എന്തിനു വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവോ, നമ്മെ എന്തിനു വേണ്ടി അരുമനാഥൻ ഇത്തരണത്തിൽ ആക്കി തീർത്തിരിക്കുന്നുവോ അതിൻ്റെ ബോധ്യമുള്ളവരായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇവിടെ കബറങ്ങടിയിരിക്കുന്ന പുണ്യശ്ലോകനായ വിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിലെ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. എന്നിരുന്നെങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദേശത്ത് അതിരൂക്ഷമാകുന്ന ക്ഷാമവും വെയിലുമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ന് നാം ആസ്വദിക്കുന്ന ഈ മഴ നിരവധി മാസങ്ങളായി ഇല്ലാതെ വന്നപ്പോൾ സെമിനാരിയിൽ നിന്ന് വെക്കേഷന് വന്ന ആ കുര്യാക്കോസ് ഷമ്മാശൻ പമ്പാടി പള്ളിയിൽ ഒരു ഉപവാസം നടത്തുകയും ഉപവാസ പ്രാർത്ഥന സമീപിച്ചിട്ടും മഴ പെയ്യാതിരുന്നപ്പോൾ ആ ഷമ്മാശനെ കളിയാക്കിയ മനസ്സിൽ ചെറിയ രീതിയിലെങ്കിലും ഈ പ്രാർത്ഥനകൾ നടത്തിയിട്ടും എന്തേ മഴ പെയ്യിക്കാതെ എന്ന് പറഞ്ഞ ഒരു പറ്റം ജനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ള കാര്യമാണ്. എന്നാൽ പ്രാർത്ഥനകൾ പര്യവസാനിച്ചു. വന്നവർക്ക് നേർച്ച കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതകരമാകുന്ന രീതിയിൽ കാർമേഘങ്ങൾ ആകാശത്ത് മേഘാവൃതമാകുകയും അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ മഴ ആ ദേശത്ത് പെയ്തു എന്നും ഇത് കണ്ടപ്പോൾ ഈ ഷമ്മാശനെ, യുവകോമളനായ കുര്യാക്കോ ഷമ്മാശനെ വളരെയധികം അനുമോദിക്കുവാനായിട്ട് കടന്നു വന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ബലിപീഠത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഷമ്മാശനെയാണ് പിന്നീട് കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇന്നായിരിക്കുന്ന നമ്മൾ അവിടെ നിന്ന് എല്ലാവരുടെയും അനുമോദനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഞാൻ എന്തോ മലമറിച്ചു എന്നുള്ള ഒരു വലിയ ചിന്തകളിൽ കൂടി കടന്നുപോയേനെ. എന്നാൽ അതിന് തികച്ചും വ്യത്യസ്തനാകുന്ന ഒരു ഷമ്മാശനെയാണ് പാമ്പാടി തിരുമേനിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യരാലുള്ള കീർത്തിയും മനുഷ്യരാലുള്ള തിരസ്കരണങ്ങളും ഒന്നും സ്വീകരിക്കുവാൻ തയ്യാറാകാതെ ദൈവത്തിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി നിൽക്കുന്ന ഒരു പിതാവ്, ആ പിതാവിൻ്റെ പിൻഗാമികളാണ് ഞാൻ നിങ്ങളും. എന്നാൽ ഇന്ന് നമുക്ക് പലപ്പോഴും അതിന് സാധ്യമാകാതെ വരുന്നു. നമ്മുടെ ജീവിതത്തിൽ പല തിരസ്കരണങ്ങളും ഉണ്ടാകാം, പല ഒറ്റപ്പെടുത്തലുകളും ഉണ്ടാകാം, പല രീതികളിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ബട്ട് അവസാനം നീതിബോധത്തോടുകൂടിയുള്ള നമ്മുടെ ജീവിതമാണെങ്കിൽ ശാശ്വതമാകുന്ന സൗഭാഗ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു തിരസ്കരണം കണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന യാക്കോബും യോഹന്നാനും യേശു തമ്പുരാനോട് പറയുന്നുണ്ട്, ഏലിയാവിനെ തിരസ്കരിച്ചവർക്കുണ്ടായതുപോലെ അഗ്നികളാൽ ഞങ്ങൾ ഇവരെ നാശമാക്കട്ടെ എന്ന്. ഇതൊരു വേൾഡ്ലി തോട്ട്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വേൾഡ്ലി തോട്ട്. ക്രിസ്തുവിൻ്റെ പിൻഗാമികളായിരിക്കുന്ന ഞാനും നിങ്ങളും ഇപ്രകാരമായി തീരരുത് എന്ന് യേശു തമ്പുരാൻ തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ്. ലോകൈകരാകാതെ ദൈവികരാകുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ലോകൈകരാകാതെ ദൈവികരായി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായി തീരണം. യേശുവിൻ്റെ തിരസ്കരണത്തെ യേശു മാനിക്കാതെ വിടുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
പഴയ നിയമത്തിൽ ആഹസ്യ രാജാവിന് വലിയ ദീനമുണ്ടായപ്പോൾ അതിന് സൗഖ്യം ലഭിക്കുവാൻ തക്കവണ്ണം ബാബേൽ രാജാവിനെ, അല്ലെങ്കിൽ ബാബേൽ ദേവന്റെ അബീമേലെക്ക് രാജാവിന്റെ അടുക്കൽ ദേവന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ, യെരൂശലേമിൽ ഒരു ദൈവമില്ലാഞ്ഞിട്ടാണോ ഇത് കാണിക്കുന്നത്, അവൻ മരിക്കുമെന്ന് ഏലിയാ പ്രവാചകൻ പറഞ്ഞപ്പോൾ ഇത് കേട്ട് കോപിഷ്ഠനായ ആഹാസ്യ രാജാവ് തൻ്റെ 50 ഭടന്മാരെയും അതിൻ്റെ അധിപനെയും ഏലിയാവിനെ വിളിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുകയും ഏലിയാവിൻ്റെ അടുക്കൽ വന്ന അഹങ്കാരം കാണിച്ചവരെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി അവരെ ദഹിപ്പിച്ചു എന്ന് നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്രകാരം ദഹിപ്പിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ അതല്ല ക്രൈസ്തവ മാർഗമെന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമയും സഹോദര സ്നേഹവും സഹവർത്തിത്വവും. പലപ്പോഴും ക്രിസ്തുവിൻ്റെ പേരിൽ നമുക്ക് പല നഷ്ടങ്ങളുണ്ടാകാമെങ്കിലും ശാശ്വതമാകുന്ന സമാധാനം, ശാശ്വതമാകുന്ന സൗഭാഗ്യം അവിടെ നിന്നാണ് വരുന്നത് എന്ന് അരുമനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നവരോട് യേശു നല്ല പാഠങ്ങളാണ് പറയുന്നത്. പലപ്പോഴും ലൗകികമാകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ യേശു മറിച്ച് അപ്രകാരം അല്ല, സ്വയം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ ക്രൂശ് എടുക്കണമെന്നാണ് യേശു തമ്പുരാൻ പറയുന്നത്. പലപ്പോഴും ആ ക്രൂശ് എടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകാതെ വരുന്നു. ക്രൂശ് എന്ന പേരിൽ പലപ്പോഴും പല നേട്ടങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, പേഴ്സണൽ ഗ്രിവൻസുകൾ പലപ്പോഴും ആധുനിക യുഗത്തിൽപ്പെടുന്നവർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, സഭയുടെ നാമത്തിൽ, സമൂഹത്തിൻ്റെ നാമത്തിൽ ചോദിച്ചു വാങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. CSI പുരോഹിതനായ സത്യനാഥൻ എന്ന് പറയുന്ന CSIയിലെ ഒരു പ്രീസ്റ്റ് ഇപ്രകാരം പറയുന്നുണ്ട്: നാം ഇന്ന് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളും ക്രിസ്തുവിൻ്റെ പാഠങ്ങളും പഠിപ്പിക്കലുകളൊക്കെ അധികമായി പ്രകീർത്തിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ നാം നമ്മുടെ കർമ്മം കൊണ്ട് ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നു. എത്രമാത്രം അർത്ഥപൂർണമായ ഒരു കാര്യമാണ്. നാം ഇന്ന് ക്രിസ്തുവിൻ്റെ പാഠങ്ങളെയും ക്രിസ്തുവിൻ്റെ ജീവിതങ്ങളെയും ഒക്കെ വളരെ അധികമായി പ്രകീർത്തിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കർമ്മം കൊണ്ട് ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നു. അപ്രകാരം തിരസ്കരണത്തിൻ്റെ ഒരു രീതി, ലൗകികരാകുന്ന രീതി, കോപത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഒരു രീതി നമ്മളിൽ നിന്ന് പൂർണ്ണമായി മായ്ക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ എന്നിലും നിങ്ങളിലും നമ്മുടെ തലമുറകളിലും പരിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമോ.